എൻ്റെ പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു. കാപ്പി കുടിക്കാൻ സമയം ഒരുപാട് കഴിഞ്ഞല്ലോ അല്ലേ? കുടിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. പിന്നെ വേറെ എന്താണ് വിശേഷം? ഞാൻ നമ്മുടെ വാവനൂരത്ത് ഹോസ്പിറ്റലിലോട്ട് വന്നു. എന്തിനെന്നറിയാം, ഞാൻ 2 ദിവസം ജോലി സ്ഥലത്ത് നിന്ന് 10 ദിവസത്തേക്ക് അവധിയിൽ ഇറങ്ങുമായിരുന്നു. അവധിയിൽ ഇറങ്ങി ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് കരമന വരെ ഒരു ജോലി 2 ദിവസത്തേക്ക് പോകണം ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ പോയി. എനിക്ക് ചൂട് കൊണ്ട് എനിക്ക് ഭയങ്കര അടിവയർ വേദനയും പിന്നെ നടുവേദനയൊക്കെ ആയിരുന്നു. അതിനപ്പുറം ഞാൻ 3 തെങ്ങും തൈ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. തെങ്ങും തൈ നടാൻ വേണ്ടിയിട്ട് 3 കുഴിയെടുത്തായിരുന്നു. ഇനി 3 കുഴിയെടുത്ത് തെങ്ങും തൈ നട്ടതിന് ശേഷം പിന്നെ എനിക്ക് എപ്പോഴും നടുവേദന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് അതുകൊണ്ടായിരിക്കും എനിക്ക് നടുവേദന വന്നതെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. ഞാൻ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും നടുവേദന വന്നതെന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജോലി സ്ഥലത്ത് പോയപ്പോൾ കരമന ജോലി സ്ഥലത്ത് നിന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കൂടി വേറും വേദന നടുവേദനയൊക്കെ കൂടിയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ നിൽക്കാൻ വയ്യ. പിന്നെ ഇന്നലെ ഞാൻ 2 ദിവസത്തേക്കെന്നാണ് പറഞ്ഞത് ജോലിയെങ്കിലും ഞാൻ തിരിച്ചിഞ്ഞ് വന്നു. വീട്ടിൽ വന്നിട്ട് വാവനടുത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു. അങ്ങനെ അവിടെ നിന്ന് ഇന്നലെ തന്നെ വന്ന് കാണിച്ചപ്പോൾ മൂത്രത്തിൽ പഴുപ്പുണ്ടെന്നൊക്കെ പറയുന്നു. വെള്ളം കൂടി കുറവായിരുന്നു. എന്തേലും ഇത്തി കഴിക്കാൻ നേരം അത്യാവശ്യം ഇത്തി വെള്ളം കുടിക്കുമെന്നുള്ളതല്ലാതെ നല്ല വെള്ളം കുടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അത് മൂത്രം കൾച്ചർ ചെയ്യാനായിട്ട് ഇന്ന് കൊടുത്ത്. ഇന്നലെ സമയം താമസിച്ചു. ഞാൻ അവിടെ നിന്ന് ബസ്സിലൊക്കെ വന്നപ്പോഴേക്കും 4 മണി കഴിഞ്ഞു. ഇപ്പോൾ 4:30 ആയി. അപ്പോൾ പിന്നെ ഇന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പം ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കണം. അപ്പം ഞാൻ വിചാരിച്ചൊരു ചെറിയ വീഡിയോ എൻ്റെ കഥയുമായി നമ്മുടെ ഹോസ്പിറ്റലിൽ ഇവിടുത്തെ ഫോട്ടോയൊക്കെ വീഡിയോ ഒക്കെ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. സൂപ്പറല്ലേ? അടിപൊളിയല്ലേ? അങ്ങനെ പിന്നെ വേറെ എന്താണ്, ഇന്നലെ 1 കലം വെള്ളം തിളപ്പിച്ച് ഫുള്ള് കുടിച്ചു. ഒരു ചെറിയ ഇലയുണ്ട് കേട്ടോ, ഞാൻ വീട്ടിൽ ചെന്നിട്ട് അത് കാണിച്ചു തരാം. നമ്മളവിടെ ഞാൻ പടർത്തി ഇട്ടിട്ടുണ്ട്. ആ ചെറിയ ഇല തിളപ്പിച്ച് വെള്ളം ചൂട് വെള്ളം നല്ല തണുത്തിട്ട് കുടിച്ചാൽ മതി. അടിവയർ വേദന. അപ്പോൾ ചോദിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ, അതും നല്ലതാണ്. ഹോസ്പിറ്റലിലെ മരുന്നും ഇതും നല്ലത്. ഇത് ശരിക്കും വെള്ളം നമുക്ക് കുടിക്കാമല്ലോ ശരിക്കും. പിന്നെ ആൻറ്റിബയോട്ടിക് തന്നായിരുന്നു. അത് ഇത് കൾച്ചർ ചെയ്തത് നോക്കിയിട്ട് എന്താണെന്ന് അവർ നോക്കിയിട്ട് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു ആൻറ്റിബയോട്ടിക്ക്. പിന്നെ വേറെ ആഹാരത്തിന് മുൻപുള്ളൊരു ഗുളിക തന്നു. അത് ഞാൻ കഴിച്ചായിരുന്നു രാവിലെ. അങ്ങനെ ഞാനിന്ന് നമ്മുടെ പഴയ സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഒരു വീഡിയോ എടുക്കലുണ്ട്. നമ്മുടെ മല എന്താണ് ഇവിടെയൊക്കെ എന്തോ ആയിരുന്നു പണ്ട്. ഇവിടെയൊക്കെ ഹോസ്പിറ്റലിൻ്റെ വേറെ കെട്ടിടങ്ങളായിരുന്നു. പിന്നെ ഇതൊക്കെ അങ്ങനെ വിറ്റ് ഇതാണ് വലിയ ഹോസ്പിറ്റലായി ഇപ്പം നമ്മുടെ ഹോസ്പിറ്റൽ. വാവനപുരത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അന്നത് ഇങ്ങനെയൊന്നും വഴിയൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ കയറി വരുമായിരുന്നു. ഇപ്പോഴാണ് ഇതെല്ലാം മാറി മറിഞ്ഞ് എന്താണ് അടിപൊളിയല്ലേ ഇപ്പം നമ്മുടെ മല കണ്ട. ഞാൻ അന്ന് വയലിൽ പോയത് അതുപോലെ എൻ്റെ വീട് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ കുറച്ച് ആ വലത് ഭാഗത്തൂടെ, ഇത് വേറൊരു വഴിക്കൂടെ. ഇതിലേ പോയാൽ നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നിട്ട് കണ്ട മല കണ്ടില്ലേ? മലയുടെ ആ സൈഡിലല്ലേ ഞാൻ അന്ന് വയലിലൊക്കെ വയലിൽ വെച്ച് എടുത്ത ഫോട്ടോകൾ. രാവിലെ കടയിൽ പോയപ്പോൾ ചെടികൾ കണ്ട. നമ്മുടെ ആശക്കുഞ്ഞിൻ്റെ വീട്ടിലെ ചെടിയാണ്. നമ്മുടെ ആശമോളുടെ വീട്ടിലെ ചെടിയാണ്. ഇവിടെയൊക്കെ വന്നിട്ട് തോനെ നാളായി. ഇതിലേ വരവില്ല. നമുക്ക് അതിലേ അപ്പുറത്തൂടെ പോകാനാണ് നമുക്ക് എളുപ്പം. നമ്മുടെ കോട്ടൂന്ന വാർത്തിൽ നിൽക്കുന്നതാണിത്. താമര. അങ്ങോട്ടും ഒരു തടമായി. നേരത്തെ എവിടെയെങ്കിലും തടമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം തടമൊക്കെ ആയി. നമ്മുടെ ഇവിടുത്തെ അമ്മ പോയി. അപ്പോൾ ഇതിൽ വീഡിയോ നിർത്താമല്ലേ? വലിയ വീഡിയോ ആയില്ലേ? ഇപ്പോൾ ഒരു പൂവിൽ കാണിച്ചിട്ട് വീഡിയോ നിർത്താമല്ലേ? ടാറ്റാ.